Hello everyone, welcome back to my channel. I am Sarangi. So today we are going to be watching yet another birthday special mashup video by Mansoor Rashid, and the video is Mammootty birthday special mashup. So this is again one of the highly recommended video. So let's watch. Here we go. My name is Mohammed Kuti. I am very sincere, dedicated. I am passionate. I love and mad and crazy about it. ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു. ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു, വലിയ സൈന്യം ഉണ്ടായിരുന്നു, സ്തുതി പാടാൻ ഒരു മാലാഖ കൂട്ടവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു. പകരമാരോ? അതാണ് ചോദ്യം. ഒരാൾ എനിക്ക് പകരം വന്നതാണ് സുൽത്താൻ ഓഫ് സിനിമ. അത് മമ്മൂട്ടി. ഞാൻ പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ. ഇംപ്രൂവിംഗ് വിത്ത് എവറി ഫിലിം. ഫാന്റാസ്റ്റിക് ആക്ടർ. വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ ഇൻ ദി വേൾഡ്. ഏഷ്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാൾ. One of the world's finest actors. ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് ഓഫ് ഓൾ ടൈം. ഭയങ്കര പേഴ്സണാലിറ്റി. അടിച്ചെടുക്കുമ്പോൾ ഒരു ക്ലാപ്പ് അടിക്കുന്ന ഒരു എൻ്റെ ഒരു മനസ്സിലെ നായകൻ അക്കാലത്തും എക്കാലത്തും മമ്മൂട്ടി തന്നെ. ഞാൻ ഈ ഇടയ്ക്ക് ദുബായിൽ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അക്ഷയ് കുമാറും ജോൺ അബ്രാമിനും കൂടെ ഫോട്ടോ എടുക്കാൻ എന്തുകൊണ്ട് നിന്നില്ല. ഞാൻ പറഞ്ഞിടോ മമ്മൂട്ടിയെ കണ്ടവർ എനിക്ക് ഒരു സ്റ്റാർഡം അവരിൽ ഫീൽ ചെയ്തു. ഒരു അത്ഭുതം കാണുന്നില്ല, എനിക്ക് അത്ഭുതം കാണുന്നില്ല. മമ്മൂട്ടി നിലനിൽക്കുന്നതിന് അയാൾ മാത്രമാണ് കാരണക്കാരൻ. ഒരു വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ എന്നെ വിളിച്ചാൽ ഞാൻ ഒരിക്കലും അപ്പോൾ അദ്ദേഹത്തിന് മാത്രം വഴങ്ങുന്ന എത്രയോ കഥാപാത്രങ്ങൾ. നല്ല ആക്ടിംഗ് ആണ്, നല്ല അഭിപ്രായം. ആന്ധ്രാപ്രദേശ് മൊത്തം 425 ദിവസം അവിടെ ഓടിയിട്ട് ഒരു സിനിമ മദ്രാശിയിൽ സഫയർ തിയേറ്ററിൽ ഒരു വർഷം അടുപ്പിച്ചോടി. അത് 2-2.5 കോടി റെക്കോർഡിലേക്ക് കളക്ട് ചെയ്തു. 200 കോടിയിലൊക്കെ പോകുന്നത് ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ. ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാണ്. നിന്റെ കേൾക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. Boss of Mars. Oh, this is my favorite movie. ബാബുവിനെ തൊടാനൊന്നും ആരും വളർന്നിട്ടില്ല. അതൊരു വലിയ കഥയാണ്. പറഞ്ഞു തുടങ്ങിയ 10-30 കൊല്ലത്തെ ചരിത്രം പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ എയിം എന്താണെന്ന് ഒന്ന് പറയും. എനിക്കൊരു പോലീസുകാരനാകണം. എനിക്കൊരു മുഖ്യമന്ത്രിയാവണം. എനിക്കൊരു സിനിമ. അപ്പൊ നിനക്ക് നടനായേ പറ്റൂ അല്ലേ? രാജകുമാരനല്ലേ മോൻ? തന്റെ രവി ഒളിച്ചുപോയി. തഹസിൽദാർ അദ്ദേഹത്തിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ല. നിങ്ങളുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ്. Due to bad sound. 1000 ശിവരാത്രികൾ എന്നും പറഞ്ഞൊരു സിനിമയാണ്. അത് മമ്മൂട്ടി അസലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു വോയിസ് കൺട്രോളാണ് അങ്ങനെ. ഞങ്ങൾ ഇന്ന് മോഹൻലാലിനെ കാണുമ്പോൾ അത് പറയാനിരിക്കുകയാണ്. ഈ വലിയ മനുഷ്യണ്ടല്ലേ ഇത്തേറ്റ പേരാണ് ഞാൻ. അത് തന്നെയാണ് സാധനം എന്നുള്ളതിന്. ഇനിയും നിനക്ക് എന്തെങ്കിലും തമിശ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി തരാനുള്ള ഒരു അടയാളം ഉണ്ട്. അന്ന് പാതി ഭാഗം ഇരുട്ടായി പോയതൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. അന്ന് ഓടിയ ഓട്ടൊക്കെ ഓടിയ ഏതറ്റം വരെ ഓടുന്ന അദ്ദേഹത്തിന് അറിയാം. ഇറക്കാൻ തന്നെ വിളിച്ച് അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിത്തീരുമെന്ന് കാലം തന്നെ തീരുമാനിക്കട്ടെ. ഞാൻ എല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ തെണ്ടി കഴിവറട മോനെ. വിശ്വത്തിന്റെ നാഥനാഥ്. Once again, born again.
from the ashes like ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. ബ്രിട്ടീഷുകാരുടെ മയ്യത്തായ മാപ്പിളമാരെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ടാവും. പെറ്റ തള്ളയ 10 കാറ്റിൽ കൂട്ടിക്കൊടുക്കുന്ന പെണ്ണൂട്ടി നായിന്റെ മോനെ നിന്റെ തന്ത ദൂറാനും ഈട്ടം വെട്ടിയാൻ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഷൺമുഖനെ ചില മീന അങ്ങോട്ട് പെട്ടി మగనే గడప దాటి ప్రతి గడపలోకి వెళ్ళాలి. Not आर्थिक आंखें पर उठाते हैं. We are left in a most intolerable position. മമ്മൂട്ടി ഒരു കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ്. പിട്ടുക്ക് വിറയ്ക്കും സ്കെച്ച് ചെയ്ത് കാർത്തിക്കും മമ്മൂട്ടി അട്ടപ്പാടി കോളനിയിലെ കുട്ടികളുടെ പഠനച്ചിലവ് ഏറ്റെടുത്ത നടൻ മമ്മൂട്ടി മരിച്ചാലും പടയോ പണമോ എന്ത് വേണമെങ്കിലും ഞൊടിക്കുള്ളിൽ ഞാൻ നടത്തും. നിങ്ങൾ രാജാവായാൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. എന്റെ സഹോദരങ്ങൾ വിളിക്കുന്ന പോലെയാണ് ഞാനെന്നെ സംബോധന ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ഒപ്പം നടക്കുന്ന ആൾക്കാരല്ലേ, ആളുകളല്ലേ? അങ്ങനെ ഇപ്പൊ മോഹൻലാലിന്റെ പാമ്പ് പിടിക്കണമെന്നോ മോഹൻലാൽ ഇടിവിട്ടണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും അദ്ദേഹമായിട്ട് ഏതാണ്ട് 50-52 സിനിമ. യാത്ര തുടരാം. ഇനിയുള്ള കാലം ഇനി എത്ര കാലം? Very true. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, the big M's of Mollywood, മോഹൻലാൽ സർ ആൻഡ് മമ്മൂക്ക. എന്താ പറയുക, ബോസ് ഓഫ് മാസ്. വെരി നൈസ് ടൈറ്റിൽ ടു ജസ്റ്റിഫൈ ടൈറ്റിൽ. മമ്മൂക്ക സാറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് കമ്മിങ് ടു ദ മാഷപ്പ് ഫ്രം ദ ബിഗിനിങ് വിൽ സേ മൻസൂർ റാഷിദിൻ്റെ എഡിറ്റ്സ് ഓൾവേസ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. മൂപ്പരുടെ എല്ലാ എഡിറ്റ്സും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരിക്കും. എല്ലാവരുടെ എഡിറ്റ് ആണെങ്കിലും it will be very detailed and very well explained so that the person who is getting to see the video for the first time, ഇപ്പോൾ മമ്മൂക്കയുടെ, ഇപ്പോൾ ഞാൻ മലയാളം ആയതുകൊണ്ട് ഐ നോ അബൌട്ട് മമ്മൂക്ക സാർ, പക്ഷെ ഒരു അറിയാത്തൊരാൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ആ ഒരാൾക്ക് ദാറ്റ് പേഴ്സൺ വിൽ ഗെറ്റ് എൻ എൻറ്റയർ ഐഡിയ, അറ്റ്ലീസ്റ്റ് ഒരു റാപ്പപ്പ് ഐഡിയ എങ്കിലും നമുക്ക് കിട്ടും ആ പേഴ്സണിനെ പറ്റിയിട്ട്. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാഷപ്സ് ഇറക്കുന്ന ഒരാളാണ് മൻസൂർ റാഷിദ്. സോ ദിസ് മാഷപ്പ് ഇസ് അഗൈൻ വെരി വെൽ ഡീറ്റെയിൽഡ് ആൻഡ് വെരി വെൽ എക്സ്പ്ലെയിൻഡ്. ബട്ട് ഒരു ക്ലീഷ പോലെ തന്നെ ലൈഫ് ജേർണിയുടെ ഒരു കുഞ്ഞൊരു ഭാഗമാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ മമ്മൂക്ക സാറിൻ്റെ എത്ര ലെജൻഡറി ആണെന്നും ആ പോർട്രേറ്റ് ചെയ്ത വീഡിയോസും മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ തമ്മിലുള്ള ബന്ധവും എല്ലാം കൂടിയിട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു ഷോർട്ട് ക്യൂട്ട് വീഡിയോ, വെരി നൈസ് വീഡിയോ. സോ ഇറ്റ്സ് ലൈക്ക് ഡീറ്റെയിൽഡ് and very crisp video. So this is how a mashup video should be, like very crisp and detailed and very nice video. So ഇനി മമ്മൂട്ടി സാറിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ, എല്ലാവർക്കും I am a very big Mammuka fan. The two big M's is like നമുക്ക് സൗത്ത് ആന്തത്തിൽ പറയുന്നുണ്ട് നെഞ്ചിൽ കൂടി ഉള്ളത് മോഹൻലാൽ മമ്മൂട്ടി. അത് തന്നെയാണ് എല്ലാ മലയാളികളുടെയും വികാരമാണ് മോഹൻലാലും മമ്മൂട്ടിയും. അവരില്ലാണ്ട് നമുക്കൊന്നുമില്ല അല്ലേ? ഒരു ഫിലിം ഇൻഡസ്ട്രി, ദ 2 strong pillars of Mollywood. ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കുന്ന 2 strong pillars ആണ് ഇവർ രണ്ടുപേരും. അപ്പോൾ മുമ്പ് ഒരു സിനിമയിൽ ഐ തിങ്ക് മഹേഷിൻ്റെ പ്രതികാരത്തിലാന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു, മമ്മൂക്ക എല്ലാ റോളും ചെയ്യുന്നത്. അതായത് ഒരു ബിഗ് ഷോട്ടായിട്ടും ഒരു ക്യാരക്ടർ ചെയ്യും, അതേസമയം ഒരു പൊട്ടനായിട്ടൊരു ക്യാരക്ടർ ചെയ്യും. അപ്പോൾ അത് പറയുമ്പോഴാണ് സൂര്യമാനസം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. സൂര്യമാനസം തന്നെയല്ലേ? അതെ, സൂര്യമാനസം എന്ന് പറഞ്ഞൊരു സിനിമ, ദാറ്റ് വാസ് ഇൻ 1992. അതിനകത്ത് പുട്ട് എന്നൊരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്തത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നും ജീവനോടെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് സിനിമയുടെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. പുട്ട് എന്നുള്ള ഒരു ക്യാരക്ടറിനെ ആർക്കും മറക്കാൻ, ആ സിനിമ കണ്ട ആർക്കും മറക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല മമ്മൂക്ക ആ ഒരു റോള് ചെയ്തത്. അപ്പോൾ ആ പുട്ട് എന്നുള്ള ക്യാരക്ടറിൽ നിന്ന് ബിലാൽ ജോൺ കുരിശിങ്കൽ എന്നുള്ള ക്യാരക്ടറിലേക്ക് ആ ജേർണി ഒന്ന് നോക്കൂ. എങ്ങനെയാണ് ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടേഴ്സിനനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നത്.
പിന്നെ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ എല്ലാ മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ സെലിബ്രിറ്റീസിനും പറയാനുള്ളൊരു കാര്യം, ആ ക്ലാപ്പ് അടിച്ച ആ ഒരു സെക്കൻഡിന്, ആ ഒറ്റ സെക്കൻഡിനുള്ളിൽ മമ്മൂട്ടി എന്ന പേഴ്സണാലിറ്റിയിൽ നിന്നും ക്യാരക്ടറിലേക്ക് മാറുകയാണ്. കംപ്ലീറ്റ് ആ മുഖത്തു നിന്നുള്ള എക്സ്പ്രഷൻ മാറുന്നതും ആ ക്ലാപ്പ് അടിക്കുമ്പോൾ തന്നെ ഡയലോഗ്സ് വരുന്നതും. ഇതിന് മുമ്പ് ഞാൻ മമ്മൂക്ക സാറിൻ്റെ ഓൾറെഡി ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ മാഷ് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോനകത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് മമ്മൂക്ക ഇപ്പോൾ 2 ബിഗ് ഷോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഐ തിങ്ക് ദളപതി മൂവിയിൽ രജനികാന്ത് സാർ ഇസ് എ ബിഗ് ഷോട്ട്, മമ്മൂക്ക സാർ ഇസ് ഓൾസോ എ ബിഗ് ഷോട്ട്. അപ്പോൾ ഇവർ 2 പേരും ഒരുമിച്ച് ഓൺ സ്ക്രീനിൽ വരുന്ന സമയത്ത് മമ്മൂക്ക സാർ ഇസ് മോർ ലൈക്ലി ടു ബി, ഹി ഇസ് ദ വൺ ഹു മോർ ലൈക്ലി ടു ബി ഡൊമിനേറ്റിംഗ് ദ സ്ക്രീൻ. ആ സ്ക്രീനിൽ ബാക്കി കൂടെ അഭിനയിക്കുന്നവരെല്ലാവരും മുങ്ങിപ്പോവും. ദ ഓൺലി ഫേസ് ദാറ്റ് നമ്മുടെ മനസ്സിൽ കണ്ണ് ചിമ്മാണ്ട് നമ്മൾ നോക്കിയിരിക്കുന്ന ദ ഓൺലി ഫേസ് ഇസ് മമ്മൂക്കാസ്. പിന്നെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ടാണ്. ലൈക്ക് ഹൗ മമ്മൂക്ക സെയിങ് ദാറ്റ് ലൈക്ക് എ ബ്രദർ വിളിക്കുന്ന മാതിരി ഇച്ചാക്ക എന്നാണ് വിളിക്കുന്നത്. സോ ദ 2 ബിഗംസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഹാസ് ഓൾസോ എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് വീഡിയോ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഡൺ ബൈ മമ്മൂക്ക സാർ ഇസ് സ്റ്റിൽ ലിവിങ് ഇൻ അവർ ഹാർട്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സും നല്ല നല്ല സിനിമകളും ചെയ്തിട്ടുള്ള ഒരാളാണ് മമ്മൂക്ക സാർ. നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. ആൻഡ് യുനോ വേറൊരു എടുത്തു പറയേണ്ട മമ്മൂക്ക സാറിനെ പറ്റിയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിസ് അഴക്. അത് എല്ലാ സെലിബ്രിറ്റീസും പറയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാ ഇത്രയും ഈ വയസ്സിലും ഇങ്ങനെ ഗ്ലാമറായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ഗ്ലാമറിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ നെക്സ്റ്റ് ലെവലാണ് മമ്മൂക്ക സാർ. അദ്ദേഹത്തിന് ഇപ്പം ഉള്ള ഇൻഡസ്ട്രിയിൽ ഈ പ്രായത്തിലും ഇത്രയും ഹാൻസം ആയിട്ടും ഇത്രയും ഗ്ലാമറിലുള്ള ഒരു ഗ്ലാമർ കിങ് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് മമ്മൂട്ടി സാറിനെ. So with this I'm winding up this video. So if you like this video, do not forget to like, share and give your valuable feedback as comments. Also follow me on Instagram for more updates. In your ദിവസം വീഡിയോ highly recommended videos. So till then, stay tuned. Thank you. Bye.